ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ധൻഖർ രാജിവെച്ചതിന് ശേഷം ഒരുപാട് ഊഹാഭോഗങ്ങൾ കറങ്ങുന്നുണ്ട്. ഓരോ ദിവസവും കറങ്ങുകയാണ്. ഇപ്പോൾ ആരാണ് അടുത്ത ഉപരാഷ്ട്രപതി എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ വന്നു കഴിഞ്ഞു. എന്തായാലും ചർച്ചകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് മലയാളികളായ 3 പേരുടെ പേര് എയറിലുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നിതീഷ് കുമാറിനെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇനി ഞാൻ മത്സരിക്കാനില്ല എന്ന് പറയുന്ന നിതീഷ് കുമാറിനെ പ്രസിഡന്റാക്കും വൈസ് പ്രസിഡന്റ് ആക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPക്ക് ബീഹാറിൻ്റെ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും. അതിന് ഒരു സാധ്യത ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. JP നദ്ദ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം മാറുകയാണ്, BJPയുടെ പ്രസിഡന്റ് സ്ഥാനം മാറുകയാണ്, നാഷണൽ പ്രസിഡന്റ് സ്ഥാനം മാറുകയാണ്. ഇപ്പോൾ JP നദ്ദയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷേ അതിനിടയിലാണ് 3 മലയാളികളുടെ പേരുകൾ ഇപ്പോൾ കറങ്ങുന്നത്. ഏറ്റവും അവസാനമായി സജീവമായി നിൽക്കുന്ന പേരെന്ന് പറയുന്നത് V മുരളീധരൻ്റെയാണ്. അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. നേരത്തെ ABVPയിലും പിന്നെ അതുപോലെ തന്നെ യുവമോർച്ചയിലും എല്ലാം ഉണ്ടായിരുന്നു. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് V മുരളീധരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും സജീവമായി കേൾക്കുന്നുണ്ട്. V മുരളീധരനാണ് ഒന്നാമത്തെ പേര് കേൾക്കുന്നത്. പിന്നെ രണ്ടാമതായി ശശി തരൂരും ഉണ്ട് പുറകിൽ. ആ ലിസ്റ്റിൽ തന്നെ ഡോക്ടർ ശശി തരൂരുണ്ട്. പക്ഷേ അത് കോൺഗ്രസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോയിട്ട് തന്നെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഇപ്പോൾ ഇവിടെ നിന്ന് രാജിവെച്ചതല്ല, കാലാവധി പൂർത്തിയായി, ഗോവ പീരീഡ് കഴിഞ്ഞു, കാലാവധി പൂർത്തിയായി വീട്ടിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യതകളുമുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ, നേരത്തെ കേരള ഗവർണറായിരുന്ന ആരിഫ്. അപ്പോൾ 3-4 പേരുകൾ, എന്തായാലും മലയാളവുമായി ടച്ചുള്ള 4 പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ ഒന്നാമത് V മുരളീധരൻ, രണ്ടാമത് ഡോക്ടർ ശശി തരൂർ, മൂന്നാമത് നമ്മുടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, നാലാമതായി ആരിഫ് മുഹമ്മദ് ഖാൻ. ഇങ്ങനെ അദ്ദേഹം മലയാളിയല്ല, എന്നാൽ പോലും ഇവിടെ ഗവർണറായിരുന്നതുകൊണ്ട് യാതൊരു മലയാളിയേക്കാൾ കൂടുതൽ മലയാളികൾക്ക് അറിയാവുന്ന വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാവുന്ന ഇടത്ത് ഒരു സ്ഥലത്ത് അദ്ദേഹം ഉണ്ടായിരിക്കും. ഒരു വശത്ത് ഗവർണർ, ഒരു വശത്ത് സർക്കാരുമായിട്ട് വലിയ വിവാദം നടന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 4 പേരുകൾ കേൾക്കുന്നു. അതിന് V മുരളീധരനാവുമോ എന്നുള്ളത് ഒരു കൗതുകമുള്ള വാർത്തയാണ്. കൗതുകം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ പേരാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും V മുരളീധരന് സാധ്യത വളരെയേറെയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ആറ്റിങ്ങൽ മത്സരിച്ച് വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് തോറ്റുപോയത്. ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമായിരുന്നു. അദ്ദേഹം വളരെ മനോഹരമായ രീതിയിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം അത് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. എനിക്ക് തന്നെ വ്യക്തിപരമായൊരു അനുഭവമുണ്ട്. തെരഞ്ഞെടുപ്പിനിടയിൽ പോലും, ആറ്റിങ്ങൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ പോലും ഒരു അമേരിക്കയിലുള്ള ഒരാളിൻ്റെ ഒരു പാസ്പോർട്ടിനൊരു ചെറിയ പ്രശ്നം പറ്റി. പേരിൽ വന്നിട്ടുള്ളൊരു വ്യത്യാസത്തിനനുസരിച്ച് പാസ്പോർട്ട് പുതുക്കിയപ്പോൾ പേരിലൊരു ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ പറ്റാതെ നിൽക്കുന്നൊരു വിഷയം വന്നു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആയിരുന്നു. അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ തന്നെ ഞാൻ V മുരളീധരൻ്റെ ആളുകളെ ഞാൻ വിളിച്ചു. BJPയിൽ S സുരേഷ്, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോഴത്തെ S സുരേഷിനെ ഞാൻ കോൺടാക്ട് ചെയ്യുകയും അതുവഴി നേരിട്ട് അപ്പോൾ തന്നെ V മുരളീധരൻ്റെ PA എനിക്ക് കണക്ട് ചെയ്ത് കിട്ടുകയും തെരഞ്ഞെടുപ്പ് ഓഫീസിൽ ആയിട്ട് പോലും മെയിൽ കാര്യങ്ങൾ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. മെയിൽ അയച്ചു കൊടുത്ത് ഡൽഹിയിലേക്ക് അയച്ചു. വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിഷയം ചെന്നൈ കോൺസുലേറ്റിൽ നിന്ന് പരിഹരിക്കപ്പെട്ടു. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ വിദേശത്തുള്ള ആളുകളെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതിലൊക്കെ മുരളീധരൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം അതിന് അർഹനായ സ്ഥാനമാണ്. മാത്രം നന്നായി ഹിന്ദി അറിയാം, ഡൽഹിയിലുണ്ടായിരുന്നു. അതുപോലെ നെഹ്റു കേന്ദ്രയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ ഒരുപാട് കാലം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല സംഘാടകനാണ്, നല്ല പ്രാസംഗികനാണ്, പ്രഭാഷകനാണ്, നന്നായി ചാനലിലൊക്കെ വരുന്ന ആളാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ പ്രായം അത്ര ആയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ, എന്തെങ്കിലും ഒരു ഇലമെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രായം വേണം. കാരണം വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് വയ്ക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ V മുരളീധരൻ്റെ പേരും സജീവമായി എയറിലുണ്ട്. അപ്പോൾ എന്തായാലും മലയാളിക്ക് അഭിമാനിക്കാവുന്ന നിലയിൽ ഒരു മലയാളി വൈസ് പ്രസിഡന്റ് വരുമോ? ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, KR നാരായണൻ ഉണ്ടായിരുന്നു. നേരത്തെ ഡോക്ടർ KR നാരായണൻ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രസിഡൻ്റായി തന്നെ ഉണ്ടായിരുന്നു. ഉഴവൂരുള്ള KR നാരായണൻ സാർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മലയാളി വരുമോ എന്നുള്ളതാണ് നമുക്ക് കൗതുകം. എന്തായാലും 3-4 പേരുകൾ വന്നിട്ടുണ്ട്. അതിൽ V മുരളീധരൻ്റെ പേരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നില്ല. എന്തായാലും V മുരളീധരൻ വൈസ് പ്രസിഡന്റ് ആകുമോ? ആയാൽ ഭാവിയിലേക്ക് പ്രസിഡന്റ് ആകുമോ?